വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അമിതമായി മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും അതെ, നമ്മളൊരു ലിമിറ്റിൽ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മുടെ ഹോർമോൺസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സസ് ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നമുക്കിത് പുരുഷന്മാരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. പുരുഷന്മാർ സാധാരണ പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് വീട്ടിലെ ജോലികൾ ചെയ്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീനേക്കാളും മൊബൈൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കിട്ടുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരിൽ പലരും ഫോൺ യൂസ് ചെയ്യുന്നത് രാത്രി സമയത്താണ്. എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ വെർച്വൽ സ്ലീപ്പ് അനുസരിച്ച് 2020 കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി അനുസരിച്ചിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ്, അത് ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിലും, ലാപ്ടോപ്പ് ആണെങ്കിലും, ഡെസ്ക്ടോപ്പ് ആണെങ്കിലും, മൊബൈൽ ഫോൺ ആണെങ്കിലും, രാത്രി കാലങ്ങളിൽ ഡിം ലൈറ്റ് ഓർ വിത്തൗട്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നത്, പുരുഷന്മാർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ നടത്തി തെളിയിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാത്രി സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന ലൈറ്റ് നമ്മുടെ മറ്റുള്ള ഹോർമോൺസിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെയും പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഈ സ്റ്റഡിയിൽ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് അങ്ങോട്ടേക്ക് സ്പേമിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും തന്നെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി സമയങ്ങളിൽ നിന്ന് ഇപ്പോൾ ഗെയിം കളിക്കുന്നതാണെങ്കിൽ, സിനിമ കാണുന്നതാണെങ്കിൽ, ഡിം ആയിട്ടുള്ള ലൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, പുരുഷന്മാർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രാക്ടീസിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഉറക്കത്തിൻ്റെ ഒരു സൈക്കിളിനെയും ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴേക്കും രാത്രി സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് അത് സാരമായിട്ട് ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പേമിൻ്റെ ആ ഒരു വോളിയം അതുപോലെ തന്നെ അതിൻ്റെ എബിലിറ്റി ടു സ്വിമ്മിനെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഈ ഒരു പ്രവണത ഉള്ള ആളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഉറങ്ങുന്നതിന് മുൻപ് ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും മാറ്റി വെക്കണം. ഇപ്പോൾ TV ആണെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് ഉറങ്ങാൻ കിടക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഫോൺ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പലർക്കും ഉറക്കം കിട്ടാറില്ല. അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു രീതി ഓപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് പുരുഷനും സ്ത്രീയും പരസ്പരം അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നതിനും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നതിനും വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പുരുഷന്മാർ കൂടുതലായിട്ട് അവരുടെ നമ്മുടെ തൊടയുടെ ഭാഗത്ത് വെച്ചിട്ട് ലാപ്ടോപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോക്കറ്റിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയം നമുക്കറിയാലോ, അത് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്, പ്രൊജക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹീറ്റ് അവരുടെ പോക്കറ്റും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് പാർട്ടും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹീറ്റിന്റെ എക്സ്പോഷർ വരുന്നത് അവർക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുവെന്ന് സ്റ്റഡി നടത്തി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹസ്ബൻഡിനെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഈ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മറ്റുള്ള ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കുന്നത് പുറത്ത് പോകാതെ, ജോലിക്ക് പോകാതെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫോൺ യൂസേജ് എങ്ങനെയാണ് സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കമൻസ് ഇടുന്ന ഒരുപാട് പേരുടെ കമൻസ് മറ്റ് പല വീഡിയോയുടെ താഴെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പലരുടെയൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമൻസ് ആണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന വീഡിയോസിന് രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചാനലിൽ വന്ന് കമൻസ്, അതായത് ഡൗട്ട്സ് ചോദിക്കുന്നവരെ ഞാൻ ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് ന്യായമായിട്ടുള്ള രീതിക്ക് നമുക്ക് ഒരാളോട് ആർഗ്യൂ ചെയ്യാം, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആർഗ്യുമെന്റ്സ് നടത്തുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. പലരുമൊക്കെ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് മറ്റുള്ള ചാനലിൽ എന്തെങ്കിലും ആളുകൾ പറയുന്ന ഒരു പിടുത്തത്തിൽ ഒരു വേർഡിൽ കയറി പിടിച്ചിട്ട് അതിൽ റിയാക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു പോയിന്റ് നിങ്ങളോട് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ഇപ്പോൾ മൂത്ത കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയും പഠിക്കാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മയുടെ ജോലികൾ ഏകദേശം എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിയോടുകൂടി നമ്മളങ്ങ് ഒതുങ്ങും. അതിനുശേഷം നമ്മളിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസേജ് പലപ്പോഴും നേരം ഒരുപാട് എടുത്തിട്ട് ഈ ഒരു യൂസേജ് കൂടി പോകുന്നവരുണ്ട്. ഒരുപാട് പേര് അതല്ലാതെ ലിമിറ്റ് ചെയ്ത യൂസേജ് വെക്കുന്നവരുണ്ട് കേട്ടോ.
പക്ഷേ നമ്മളിങ്ങനെ ഫോണിൻ്റെ യൂസേജ് എക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ അട്രാക്ട് ചെയ്യാൻ പാകത്തിലാണ് ആളുകൾ എല്ലാ യൂട്യൂബേഴ്സും തന്നെ അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും തന്നെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റൊരു റീലിലോട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോർമലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യേണ്ട ടൈമാണ് ഈ റീൽസ് കണ്ട് നമ്മൾ തീർക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഡേ ആണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നഷ്ടമായി പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കിടന്നാണ് നിങ്ങൾ ഫോൺ കാണുന്നതെന്ന് ഓർക്കുക. കിടന്ന് കാണുന്നു, നമ്മൾ ആ ടൈപ്പിൽ തന്നെ ഒരേ സ്ട്രെച്ചിൽ തന്നെ 1-2 മണിക്കൂറോളം കിടന്ന് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഒബിസിറ്റി അല്ലെങ്കിൽ ഫാറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സിറ്റുവേഷൻ ഒന്നുകൂടി വേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയുള്ളൂ. കൂടുതലായിട്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യും, അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള അണ്ടം പൊട്ടുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ മാറ്റിവെക്കുക. മണിക്കൂറുകളോളം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റു ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു റീസൺസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്ന ആളുകൾ. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ പ്രൊവോക്ഡ് ആക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ രൂക്ഷമായിട്ട് കമൻറ്റ് ഇട്ട് പിന്നെയും ഒരുപാട് കമൻസ് വരുമ്പോഴേക്കും എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? അത് ഒട്ടുമല്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾ മൈൻഡ് ഒന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് തോട്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആരോടെങ്കിലും ഒന്ന് ആർഗ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ വെർച്വലി അല്ലാതെ നേരെ കാണുന്ന ഒരാളോട് നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിനെ നമ്മൾ ആലോചിച്ച് നോക്കുക. അയാൾ പറയുന്നതിന് നമുക്ക് കൗണ്ടർ പറയണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. വെർച്വലി ആകുമ്പോഴേക്കും നമ്മളൊരു കമൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അത് റിപ്ലൈ കമൻറ്റ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അപ്പം എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. റിപ്ലൈ വന്നോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അയാൾ പറഞ്ഞതിന് എങ്ങനെ തിരിച്ച് അങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും അല്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് പറ്റും? നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡൗൺ ആയി പോകും. ചിലവരിങ്ങനെ ഓരോ സീരിയൽസ് ഒക്കെ കണ്ടിട്ട്, അതായത് ഇപ്പം നല്ല നല്ല എപ്പിസോഡ്സ് അല്ലാതെ സെൻറ്റി ആയിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള എപ്പിസോഡ്സ് ഉണ്ടാകും. അതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നും കൂടി ഡൗൺ ആയി പോകും. ഇവരൊക്കെ എന്തേ കാണിച്ച് കൂട്ടുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ ഒന്നും കൂടി ചിന്തിച്ച് പോകും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മൊബൈൽ ഫോൺസ് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ക്വാളിറ്റി ടൈംസ്, നല്ല നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്ന വീഡിയോസ്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെയുള്ളതൊക്കെ വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും തന്നെ നിങ്ങൾ കാണാനായിട്ട് പാടില്ല. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കാണാത്തതായിട്ടുള്ള ഒരാൾ പറയുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ നേരിട്ട് പറയുന്നില്ലെങ്കിലും അത് ഇൻഡയറക്ട്ലി നിങ്ങളുടെ ആ ഒരു ഫെർട്ടൈൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി റീസൺ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, പ്രഗ്നൻ്റ് ആകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി എഗ്ഗ് വളരുന്നുണ്ട്, ഞങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, എൻഡോമെട്രിയം കൃത്യമായിട്ട് വരുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില ആളുകൾ ഒരു മാസം കൊണ്ട് 10 കിലോ വെയിറ്റ് കുറയ്ക്കാം, 15 കിലോ വെയിറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് തമ്മിൽ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകാറുണ്ട്. ശരിക്കും നമ്മുടെ ഹെൽത്തിനെ ഡൗൺ ആക്കിക്കൊണ്ട് തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ട്രിക്കിംഗ് ആയിട്ടുള്ള തമ്മിൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പല ആളുകളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കുട്ടി മരിച്ചിട്ടുണ്ടായല്ലോ. നമ്മുടെ ശരീരത്തിന് പറ്റാത്ത രീതിക്ക് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതും ഹാംഫുൾ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ മറ്റൊരു രീതിക്ക് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, പല സ്ത്രീകളും ഇപ്പോൾ ഉറങ്ങേണ്ട, ഒന്ന് ടയേർഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരുപാട് ജോലികൾ രാവിലെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിനുശേഷം നമ്മളൊന്ന് ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും, ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് വന്നോ എന്ന് നമ്മൾ എടുത്തു നോക്കാൻ വേണ്ടി കയറുന്നത്. അതിൽ നിന്ന് പിടിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിലോട്ട് അങ്ങ് മാറിപ്പോകും. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ ടയേർഡായിട്ടൊന്ന് കിടക്കാൻ വന്ന നമ്മളാണ്. പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റുമോ? നമ്മൾ കിടക്കില്ല. ആ ഒരു ഉറക്കം നമ്മുടെ അതേപോലെ തന്നെ ഒരു 3-4 റീല് കണ്ടു കഴിയുമ്പോൾ ആ ഉറക്കം നമ്മുടെ പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും നിങ്ങളൊന്ന് മാറ്റി വെക്കുക. നിങ്ങളുടെ ബോഡിക്ക് ടയേർഡായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഉറക്കം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാത്ത രീതിക്കുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രത്യുൽപാദന ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യും. LSH, FSH, യൂട്ടിലൈസിങ് ഹോർമോൺ, അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണും
HCG ഹോർമോണും എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഹോർമോൺസ് ഒക്കെ കൃത്യമായിട്ട് നടക്കണം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും രാത്രി കാലങ്ങളിൽ ഇതുപോലെ മൊബൈൽ ഫോൺസ് ഡിമ്മായിട്ടുള്ള ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്, രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത സമയങ്ങളിലോ ഇരുട്ടത്തിരുന്ന് മൊബൈൽ ഫോൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷനെ അത് സപ്രസ് ചെയ്യുന്നതിനും അതുവഴി ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാകുന്നതിനും മെൻസ്ട്രേഷനും അതുപോലെ നമ്മുടെ ഫോളിക്കിൾ ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നുവെന്ന് സ്റ്റഡി നടത്തി കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സ്റ്റഡി നടത്തി കണ്ടുപിടിച്ചതാണ്. നമ്മുടെ എഗ് മെച്യൂർ ആകുന്നതിനും അത് അഫക്റ്റ് ചെയ്യും. ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്നതിനും അത് കാരണമാകും കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് അവരുടെ സ്പോമിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ അതിനെ സ്വിം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും അഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഫോൺ യൂസേജ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവരുടെ ഉറക്കം കുറവുണ്ടാകുന്നതിനും മെലാറ്റോണിന്റെ പ്രവർത്തനത്തിനെ സപ്രസ് ചെയ്യുന്നതിനും ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് കുറയുന്നതിനും അതുപോലെ ഫോളിക്കിൾ മെച്യൂർ ആകുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നതിനും മെൻസ്ട്രേഷൻ ഇറഗുലർ ആകുന്നതിനും ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഫോൺ വന്ന് നമ്മൾ യൂസ് ചെയ്യുക, കിടക്കുക, ഉറങ്ങുക ഇങ്ങനെയുള്ള രീതിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് അമിതമായിട്ട് കൂടുന്നതിനും നമ്മൾ പയ്യെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിക്ക് നമ്മൾ മാറുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിങ്ങളിപ്പോൾ നെറ്റ് റീചാർജ് ചെയ്തിട്ട് ഇതുപോലുള്ള എൻ്റെ വീഡിയോസൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ ഞാൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സസൈസുകളാണെങ്കിലും ഞാൻ ഡെയിലി 1 മണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ അരമണിക്കൂറോ എത്ര ആയിക്കോട്ടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയം വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങളുടെ ഓരോ ഡേയ്സും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ആ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.